ഇത് സാധാരണക്കാരന്റെ പിന്നെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത്. മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങള് ഈ പറയുന്നത് ഇത് ആഡംബരമാണെന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ. ആ ബസ് ഇതൊക്കെ ബാലിശമായ കാര്യങ്ങളാണ്. മാത്രമല്ല അവർക്കിപ്പം വിരോധം രാഹുൽ ഗാന്ധിയോടാണല്ലോ, മോഡിയോടല്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ യാത്രക്കിടയിലായിരിക്കും. പക്ഷെ എന്നാലും സുരേഷ് ഗോപി ലൂർദ് മാതാവിന്റെ ഒരു സ്വർണ്ണ കിരീടമൊക്കെ വെച്ച് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ കുറെ കൂടി സജീവമാക്കുകയാണ്. എന്താണ് അതിനുള്ള പ്രതികരണം? മാതാവിന് സ്വർണ്ണ കിരീടം വെക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മണിപ്പൂരിന്റെ ഹൃദയഭൂമിയിലുണ്ടായ വേദന മാറ്റാൻ അറ്റ്ലീസ്റ്റ് ഇവിടെ ഒന്ന് പോകാൻ തയ്യാറാവും. അത് പ്രധാനമന്ത്രിയോട് പറയണം. അറ്റ്ലീസ്റ്റ് ഈ വേദന മാറ്റാനായിട്ട് മണിപ്പൂരിൽ ഒന്ന് വന്ന് ജനങ്ങളെ കാണാൻ പറയണം. അതിനുള്ള ആർജവും ധൈര്യവും കരുതണം. ഓക്കെ. ഈ വിഷയം കൊണ്ടൊക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾക്കിടയിൽ ഒരു അനുകൂലമായ തരംഗം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം സുരേഷ് ഗോപിക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, വോട്ടിന്റെ കണക്ക് അതെങ്ങനെയാണ് ജനത തീരുമാനിക്കേണ്ടത്. ഞാൻ ഇഷ്യൂസിന്റെ പുറത്താണ് പറയുന്നത്. മണിപ്പൂരിലെ ജനത അനുഭവിച്ച ഏറ്റവും തീവ്രമായ വികാരങ്ങൾക്കൊപ്പം നിൽക്കാൻ ഇന്ത്യ ഗവൺമെന്റോ പ്രധാനമന്ത്രിയോ തയ്യാറായിട്ടില്ല, BJP തയ്യാറായിട്ടില്ല. അതിനവർ സമാധാനം പറയട്ടെ. വോട്ടിന്റെ കാര്യം പിന്നെ പറയാം. ഓക്കെ. ഒരു കാര്യം കൂടി, രാഹുൽ ഗാന്ധിയുടെ ബസ്സിനെ കുറിച്ചുള്ള ഒരു വിവാദം നേരത്തെ നവകേരള യാത്രയ്ക്കുള്ള ബസ്സിനെ കോൺഗ്രസ് നേതാക്കളെല്ലാം വിമർശിച്ചിരുന്നല്ലോ. അപ്പം ആഡംബരം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ബസ്സിലും ലിഫ്റ്റ് ഉണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഇത് 6500 കിലോമീറ്റർ യാത്രയാണ്. ഇതിനകത്ത് 5000-6000 പേർക്ക് ഇരിക്കാവുന്നൊരു പബ്ലിക് സിസ്റ്റം ഉണ്ട്. അവിടെ പ്രസംഗിക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹം MP രാജേഷിനെ അറിയാം, രാഹുൽ ഗാന്ധിയെ. അദ്ദേഹം ഒന്ന് നോക്കട്ടെ ഒന്ന് ഈ ലിഫ്റ്റ്. ഇത് സാധാരണക്കാരന്റെ പിന്നെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത്. മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങള് ഈ പറയുന്നത് ഇത് ആഡംബരമാണെന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ. ആ ബസ് ഇതൊക്കെ ബാലിശമായ കാര്യങ്ങളാണ്. മാത്രമല്ല അവർക്കിപ്പം വിരോധം രാഹുൽ ഗാന്ധിയോടാണല്ലോ, മോഡിയോടല്ലല്ലോ.